ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു പുതിയൊരു എംബ്രോയ്ഡറി വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ചെയ്തേക്കണ വർക്ക് മാക്സിമം ഞാൻ ഇതിനകത്ത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാകണ രീതിയിൽ ഈ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ ചെയ്യണ ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു സ്റ്റിച്ചൊക്കെ കാണുമ്പോഴേക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. എന്നാലും ഒരു ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ അതൊരു സൂം ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ചിലപ്പോൾ അത് ആ വർക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ശരിക്കും മനസ്സിലാകണമെന്നില്ല കേട്ടോ. എങ്കിലും ഞാൻ ഈ ഒരു നമ്മൾക്കിപ്പോൾ ഓരോ പാറ്റേണൊക്കെ കാണുമ്പോഴേക്കും ആ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പാറ്റേൺ കണ്ടാൽ മതിയാകും നമുക്ക് ഓരോ അവരുടേതായിട്ടുള്ള ഓരോ ഡിസൈനുകളൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കണത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിനകത്ത് എനിക്ക് ചെയ്തതിലും കുറച്ച് പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണേ. ഇപ്പോൾ ആദ്യം മുതൽക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന പല ആൾക്കാർക്കും പരിചയം ഉണ്ടാകും. ഞാൻ എന്ത് വർക്ക് ചെയ്താലും അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ട്രേസ് ഒന്നും ചെയ്യാതെ നേരിട്ട് തന്നെയാണ് ഞാൻ എല്ലാ പാറ്റേണും വരച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ എറണാകുളത്ത് മെറ്റീരിയൽ എടുക്കാൻ പോയ സമയത്ത് ഈ ഒരു പാൻഡ എന്നുള്ളൊരു ഈ ഒരു പെൻസിൽ മാർക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതവർ പറഞ്ഞത് നമ്മൾ ചൂടായിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഈ ഒരു പാറ്റേൺ വരച്ചതിൻ്റെ അകത്തും ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴേക്കും ആ ഒരു മാർക്കൊക്കെ നമുക്ക് മാഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് വശത്തൊക്കെ ഒന്നും നമ്മൾ ചെയ്ത മാർക്കൊക്കെ തെളിഞ്ഞും നിൽക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ ഒരു ത്രെഡ് കോമ്പിനേഷനാട്ടോ നമ്മൾ ഈ ഒരു വർക്കിനായിട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്.
ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു ത്രെഡുകൾ പൊട്ടിപ്പോണത് കൊണ്ടിട്ടും പിന്നെ ഇപ്പോൾ നമ്മൾ മൾട്ടി കളറായിട്ടൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യണ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നൂലൊക്കെ അപ്പോഴപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇടയ്ക്ക് നമ്മൾ ഈ ഒരു വർക്ക് ചില സമയത്ത് നമ്മൾ ചെയ്യണതിൽ ആ ഒരു ലാഗ് വരണത് കേട്ടോ. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ പാറ്റേണിൽ വരണ ആ ഒരു ത്രെഡ് കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം ആദ്യം ചെയ്ത ശേഷമാണ് നമ്മൾ അടുത്ത ഒരു ത്രെഡ് മാറ്റിയിട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾക്ക് അവർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓരോ ഇപ്പോൾ കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഇഷ്ടം അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം ഒരു ചെറിയ പാറ്റേൺ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ട്രയൽ പോലെ ചെയ്തിട്ട് അവരോടും കൂടി അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ബാക്കി ത്രെഡ് കോമ്പിനേഷനൊക്കെ നമ്മൾ എടുക്കാറുള്ളത്. പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ ആദ്യം ഈ ഒരു ഡാർക്ക് പർപ്പിൾ ആയതുകൊണ്ടിട്ട് തന്നെ അതിലേറ്റവും കൂടുതൽ ചെയ്യുമ്പോഴേക്കും നല്ലതായിട്ട് നിൽക്കുന്നത് ലാവൻഡർ ഷെയ്ഡ് തന്നെ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ലാവൻഡർ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് കൊടുക്കാനായിട്ടാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അതിലും കൂടി കുറച്ചും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് വൈറ്റ് നമ്മൾ ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഷെയ്ഡിൽ മാത്രമാണ് ലാവൻഡറിൽ നമ്മൾ ത്രെഡ് കൊടുത്തിരിക്കണത്. പിന്നെ അതുകൂടാതെ തന്നെ ആ ഒരു ലീഫ് എല്ലാം വർക്കിനായിട്ട് നമ്മൾ ഗോൾഡൻ ജെറി ത്രെഡിലാണ് ആദ്യം ഞാൻ ചെയ്തത്. പക്ഷെ ആ ചെയ്ത വർക്കിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ലാവൻഡർ ഷെയ്ഡും വൈറ്റും കൂടി വന്നിട്ട് നമ്മൾ ഗോൾഡൻ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊരു വല്ലാത്തൊരു ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ വെച്ചാൽ നമുക്ക് ആ ഒരു ലീഫെല്ലാം ഞാൻ ആദ്യം ചെയ്തിരുന്നത് വെച്ചത് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് അത് തീരെ വീതി കുറഞ്ഞ രീതിയിലുള്ള റണ്ണിങ് സ്റ്റിച്ചിലിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നീടൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതെനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് അഴിച്ച് കളയാനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ സൂചി വെച്ചൊക്കെ കുറേ അഴിച്ച് നോക്കിയെന്നുണ്ടെങ്കിലും അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു മൂർച്ചയുള്ള ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചീത്ത വശവും പിന്നെ അതുപോലെ നല്ല വശവും ഒന്ന് പതിയെ ചിരണ്ടി കളഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു വർക്ക് മുഴുവനായിട്ട് അതിൻ്റെ അത് മാറ്റിയെടുത്തത് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്തത് ഈ ഒരു ത്രെഡിൻ്റെ കോമ്പിനേഷൻ്റെ കൂടെ തന്നെ സിൽവർ കളറിലെ ചെറിയ ത്രെഡിലാണ് നമ്മൾ ആ ഒരു വർക്ക് പിന്നീടുള്ളതെല്ലാം ചെയ്തെടുത്തത്. പിന്നെ ഈ ഒരു വർക്കെല്ലാം ചെയ്ത ശേഷം പിന്നെ അടുത്തൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്കിൽ ഫുൾ അതായത് ഈ യോക്ക് പോർഷനിൽ മുഴുവനായിട്ടല്ലേ നമുക്ക് ഇതിൻ്റെ വർക്ക് വരണത്. അപ്പോൾ ഈ ഒരു വൈറ്റിൻ്റെ ഉള്ളിൽ കിടക്കണ ആ ഒരു ലാവൻഡർ ഷെയ്ഡിലെ ത്രെഡ് കുറച്ച് മാത്രമേ എൻ്റെ കൈവശം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വശം നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ തീർത്തിരിക്കണം അത്രയും വർക്ക് ഇനി ഇപ്പുറത്തെ സൈഡിലത്തെ വർക്കിലും കൂടി അതായത് അപ്പുറത്തെ സൈഡിലും കൂടി ഇനി ബാക്കിയുള്ള വർക്ക് ആ ഒരു ത്രെഡിൽ തന്നെ തീർക്കണമായിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ ത്രെഡ് ഇട്ട് ചെയ്താലും അത് ഭംഗിയാകില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു വലിയ ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് നമുക്ക് അതിൽ ചെയ്ത് കൊടുത്തിരിക്കണം ആ ഒരു ചെറിയ ചെറിയ ഫ്ലവേഴ്സില്ലേ അത് മാത്രം ഞാനെല്ലാം ആദ്യം ചെയ്തെടുത്ത് അതിന് ശേഷം അതെല്ലാം ഫില്ലാക്കി കഴിഞ്ഞ ശേഷമാണ് ബാലൻസ് ത്രെഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു വൈറ്റിൻ്റെ ഉള്ളിൽ ഫില്ലാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അതല്ല നൂല് അത്രയ്ക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് ഇട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു വൈറ്റ് കളറിൽ വൈറ്റ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്താലും അത്രയ്ക്കും പ്രശ്നമായിട്ട് തീരൂലല്ലോ. പിന്നെ അതുമല്ല നമുക്ക് ആ ഒരു ചെറിയ ഫ്ലവറിലാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡ് ഇട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത വർക്ക് ഒരു സൈഡിൽ ഒരു ലെവലിലും ഇപ്പുറത്ത് ചെയ്തിരിക്കണ ആ ഒരു വർക്ക് വേറെ ഷേപ്പിലെന്നല്ല ലുക്ക് തന്നെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ചെറിയ ഫ്ലവറെല്ലാം മാക്സിമം വേഗം ചെയ്യാൻ ശ്രമിച്ച് അപ്പോൾ ആ ഒരു ചെറിയ ഫ്ലവർ മുഴുവനും ആ ഒരു ഫ്രെയിമിലുള്ളതെല്ലാം ചെയ്ത് തീർത്തിട്ടും പിന്നെ അതിന് ശേഷമാണ് ആ ഒരു വലിയ ഫ്ലവറിനുള്ളിലുള്ള ഭാഗം മുഴുവനായിട്ട് നമ്മൾ ആ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഫില്ല് ചെയ്തെടുത്തത് കേട്ടോ. ഇപ്പോൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യണ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു പാറ്റേൺ എടുത്താൽ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള യോക്ക് പോർഷനിലൊക്കെ വരുന്ന പാറ്റേണൊക്കെ ആകുമ്പോഴേക്കും നമുക്കതൊരു 3-4 ഫ്രെയിം കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 2 ഫ്രെയിമിൽ
ആ ഒരു ഫുള്ളായിട്ടുള്ള വർക്ക് ഏകദേശം നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേൽഭാഗത്ത് വരണ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ വരണ 2 പോർഷൻ 2 സൈഡിലും വരണ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം സെപ്പറേറ്റ് ഫ്രെയിമിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോഴും ഈ ഒരു ത്രെഡ് ബാക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചെയ്യുമ്പോഴേക്കും അതും ഒരു വൃത്തികേടായിട്ട് ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അതും മാക്സിമം ഞാൻ കുറച്ചാക്കി ചെയ്യാനായിട്ടൊക്കെ നോക്കി. പക്ഷെ അങ്ങനെ മാക്സിമം ഞാനത് കുറച്ച് ചെയ്യാൻ നോക്കിയെന്നുണ്ടെങ്കിലും എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞിട്ടും ബാലൻസ് പിന്നെ ഇത്രയും ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ്ങും കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാട്ടോ വരണത്. അപ്പോൾ ഇന്ന് ചെയ്ത ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.